Hi friends, welcome to Zara's Lifestyle. ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപോലെ അതിൻ്റെ ഹാർംഫുൾ ഇഫക്ട്സ് അതുപോലെ അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മയോണൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, അതൊരു സൈഡ് ഡിഷാണ്, ഒരു മെയിൻ ഡിഷ് അല്ല. മെയിൻ ഡിഷായിട്ടുള്ള ഡ്രൈ ചിക്കൻ, അതുപോലെ കുബൂസ്, പൊറോട്ട, സാൻഡ്വിച്ച്, ഷവർമ, മന്തി, ഇതിനെ കൂടെ എല്ലാം നമ്മൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നതാണ് മയോണൈസ്. ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നു അത് ഒരു അറേബ്യൻ ഡിഷാണ്. ഒരിക്കലും ഒരു അറേബ്യൻ ഡിഷ് അല്ല ഇതൊരു ഫ്രാൻസ് നിന്നും വന്നിട്ടുള്ള ഒരു ഡിഷാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് ഡിഷ് എന്ന് പറയുന്നു. പിന്നെ അതുമല്ല, ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഡിഷും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഇൻസ്റ്റന്റ് മയോണൈസും ഉണ്ട്, ടിൻ മയോണൈസും ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റന്റ് മയോണൈസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ടിൻ മയോണൈസൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റന്റ് മയോണൈസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് മയോണൈസാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നതോ അതുപോലെ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങുന്നതൊന്നും നമ്മൾ ഒരിക്കലും കഴിക്കാൻ മുതിരരുത്. അപ്പോൾ നമുക്കിത് ഒരു ഡിപ്പ് സോസ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അതുപോലെ ഒരു സ്പ്രെഡിങ് സോസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഇത് റോ ഫുഡാണിത്. ഇതൊരിക്കലും നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർ, അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ്, കൊളസ്ട്രോൾ, ജിമ്മിന് പോകുന്നവർ, അവരൊന്നും ഇത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഡയറ്റിങ്ങോ ജിമ്മിനൊക്കെ നമ്മൾ എന്തിനാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് കാലറി റെഡ്യൂസ് ചെയ്യാനാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ അതിൽ നല്ല കാലറി ഉണ്ട്. അപ്പോൾ അത് തീരെ യൂസ്ഫുൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനമാണ് എഗ്ഗ്. അതുപോലെ തന്നെ നമുക്ക് എഗ്ഗിൽ നല്ല കാലറി ഉണ്ടെന്നറിയാം. അപ്പോൾ ഇതിന് രണ്ട് ഡേഞ്ചേഴ്സ് ഉണ്ട്. ഒന്ന്, ഇത് ഹൈ എനർജിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ മയോണൈസിൽ 94 മുതൽ 100% വരെ കാലറി എനർജി ഉണ്ട്. മറ്റൊന്ന് പറയും, നമ്മളിത് സൺഫ്ലവർ ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വീണ്ടും എന്ത് ചെയ്യുന്നു? കാലറി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ്. ഞാൻ കോഴിമുട്ടയുടെ യോക്കും എടുത്തിട്ടുണ്ട്. ചിലവർ ഇതിൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ മയോണൈസ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ അതുപോലെ ഓയിൽ 1 കപ്പ്, പിന്നെ വെളുത്തുള്ളി 3 അല്ലി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെനിഗർ. ചിലർ വെനിഗറിന് പകരം ലെമൺ ജ്യൂസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ വെനിഗർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രൈൻഡറിലിട്ടിട്ട് എല്ലാം ഒന്നിച്ച് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് എഗ്ഗ് ഇട്ടു. എഗ്ഗിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കരുത്. അല്പമായിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ശരിയായിട്ട് കിട്ടുകയുള്ളൂ. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വെനിഗർ ആഡ് ചെയ്യുന്നു. ഉപ്പും ഇട്ട് കൊടുക്കും. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കൂടിപ്പോയാൽ നല്ലൊരു കൂടുതൽ തന്നെ ആയിരിക്കും ഉപ്പ്. അപ്പോൾ വെനിഗർ ഒഴിച്ചു. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ സുലഭമായിട്ടുള്ള വസ്തു തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും നമ്മൾ ഇത് കറക്കരുത്, മിക്സി കറക്കരുത്. ഇത് ഇടവിട്ടാണ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നതും ഓഫാക്കുന്നതും. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇത് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൽ ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് വീണ്ടും ഇത് പറഞ്ഞ പോലെ കണ്ടോ, അടിക്കുക, പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും അടിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കുറച്ച് തിക്കായിട്ടുണ്ട്. പക്ഷേ ഇത് അല്പം കൂടി തിക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഓയിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് സൺഫ്ലവറിൻ്റെ കൂടെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. ഒലീവ് ഓയിൽ യൂസ് ചെയ്താൽ ഒന്നുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇനി തിക്നെസ് കൂട്ടാൻ വേണ്ടി വീണ്ടും പറഞ്ഞതുപോലെ മിക്സി അടിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, കുറച്ച് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ മയോണൈസ്.
അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിലൊക്കെ ഒഴിച്ചിട്ട് അടിച്ചു കൊടുത്താൽ ഒന്നുകൂടി തിക്കായി കിട്ടും. അപ്പോൾ ഇതാണ് മയോണൈസ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഡേഞ്ചർ എന്താ പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കണം. ഉടനെ കഴിക്കാന്നാവില്ല, അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. ഇതിലൊരു ബാക്ടീരിയ ഉണ്ട്, സാൽമോണല്ല. ഇത് ഈ മയോണൈസിൽ ഇതിൻ്റെ അളവ് കൂടുകയും അതുപോലെ പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും പിന്നെ നല്ല വയറുവേദന, പനി, വൊമിറ്റിങ് ഇതൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മയോണൈസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുക, പെട്ടെന്ന് കഴിക്കുക, ഫ്രിഡ്ജിലൊന്നും വെക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്